സ്ഥലം വാങ്ങുകയാണ്. ഇതിന്റെ ആവശ്യത്തിന് ധാരാളം വെള്ളം കിട്ടുന്ന സ്ഥലമാണ്. ധാരാളം വെള്ളം കിട്ടുന്ന സ്ഥലം വാങ്ങി അതിന്റെ നിയമപ്രകാരം ഏറ്റവും ആധുനിക രീതിയിലുള്ള മെഷീനറികളും ഉപകരണങ്ങളും സംവിധാനങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് തുടങ്ങുവാനാണ്. അതിന് ഒരു പൈസയും ചാർജ് വാങ്ങാതെ ഒരു കൊല്ലത്തിൽ 5 മെഷീൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ 3 ലക്ഷം മുതൽ 4 ലക്ഷം വരെ ഒരു മാസത്തിൽ ചെലവ് വരും. ആ ചെലവ് നമ്മൾ ഉണ്ടാക്കി തന്നെ വേണം. ഓരോ മാസം ഉണ്ടാക്കാം. ഒരു മാസം ഉണ്ടാക്കിയോണ്ട് ഒരു കൊല്ലം ഉണ്ടാക്കിയോണ്ട് ഒരു പ്രസ്ഥാനം അവസാനിക്കാൻ പോകുന്നില്ല. അതിനെ നേരിടണം, അത് വിജയിപ്പിക്കണം എന്നുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങളെ വ്യാപാരികളെയും ഇവിടുത്തെ നല്ലവരായ ജനങ്ങളെയും മുന്നിൽ കണ്ടുകൊണ്ട് ആ ഉദ്ദേശത്തിലാണ് ഇത് തോന്നുന്നത്. ഞങ്ങൾക്ക് ഇതിന്റെ നിയമോപദേശങ്ങളും ചെയ്ത പരിചയവും 100-100ഓളം അത് എത്ര എണ്ണപ്പേര് വന്നു. അത്രയും ഒരു സെന്റർ നടത്തുന്ന ഒരു സംഘടന ഉണ്ട്. ഒരു വ്യക്തിയുടെ മനസ്സിൽ നിന്നുണ്ടായി ആ വ്യക്തി തന്നെ അതിന് മുൻകൈയെടുത്ത് പ്രവർത്തിച്ച ഒരു സംഘടന തണൽ എന്ന് പറഞ്ഞു. തണൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കേരളത്തിൽ ഒരു സംഘടന ഉണ്ട്. ആ തണല് എല്ലാ വക നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് തരും. അവരെ പിന്തുണയോട് അവരെ ക്യാഷ് കൊണ്ടോ മറ്റുള്ളതൊന്നുമില്ല, അവരെ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഷെയർ ചെയ്യും. അത് വെച്ചിട്ടാണ് ഞങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല രൂപത്തിൽ തുടങ്ങണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. കാരണം ഇപ്പൊ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 5 മെഷീനാണ്. 5 മെഷീന് 1 ഡേ മാത്രം പ്രവർത്തിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് 30 പേരെ ഞങ്ങൾക്ക് ചികിത്സിക്കാൻ കഴിയും. അത് ഡേ നൈറ്റ് 24 മണിക്കൂറുള്ളതായി കഴിയും. 90 എന്നുള്ളത് 60 എന്നുള്ള 60 ആക്കാം. ഈ 60 എന്നുള്ളത് ഞങ്ങൾ സംവിധാനങ്ങൾ ചെയ്യുന്ന കുറഞ്ഞത് 10 മെഷീനുകൾ കൊണ്ടുവന്നിട്ടുണ്ടാകും. ആദ്യം 5 തുടങ്ങിയാലും 10 ഞങ്ങളെ കാഴ്ചപ്പാട്. അങ്ങനെ വരുമ്പോൾ 100 ചില്ലാനം രോഗികളെ ഞങ്ങൾക്ക് ചികിത്സിക്കാൻ കഴിയും. പെരിന്തൽമണ്ണയെ സംബന്ധിച്ചിടത്തോളം 700 ചില്ലാനം ഇപ്പൊ നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. നമ്മൾ അവരെ പിന്നെ IMAയുടെ ജനറൽ ബോഡിയോ കൂടുമ്പോൾ അവരെ പ്രവർത്തന റിപ്പോർട്ട് വരുമ്പോഴാണ് ഞാൻ കണ്ടത് 700 ചില്ലാനം ഡോക്ടർമാർ പെരിന്തൽമണ്ണയിൽ ഇന്നുണ്ട്. അതുപോലെ തന്നെ വലിയ വലിയ ഹോസ്പിറ്റലുകളുണ്ട്. ഒക്കെ മർച്ചന്റ് അസോസിയേഷനോട്ടും വ്യാപാരികളായിട്ടും വളരെ സഹകരണമുള്ളവരാണ്. അപ്പോൾ അതും അല്ല റിട്ടയർഡ് ചെയ്ത അനവധി ഉദ്യോഗസ്ഥന്മാർ ഇവരൊക്കെ വെച്ച് ഞങ്ങൾക്ക് നടത്താൻ കഴിയുമെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അപ്പൊ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഞങ്ങള് ഇതിനുള്ള സാമ്പത്തികമായിട്ട് ഒന്നും സമ്പാദിച്ചു വെച്ചിട്ടല്ലോ. പക്ഷെ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഇവിടുത്തെ വ്യാപാരികളെ 100% വിശ്വാസം. അത് മാത്രമല്ല, വ്യാപാരം ചെയ്യുന്നവരാണെങ്കിലും മെമ്പർഷിപ്പ് എടുക്കാതെ ഇവിടെ ഇരുന്ന കച്ചവടം ചെയ്യാത്ത വലിയ കുറെ വ്യാപാരികളുണ്ട്. അവരൊക്കെ തന്റെ ദാനധർമ്മം ചെയ്യുന്നവരാണ്. ഈ വിഷയം പറഞ്ഞാൽ ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞപ്പോഴത്തേന് സാധാരണ വ്യാപാരി ഒരു വിഷയം പറഞ്ഞു, ഞാൻ തരാണ് 8 ലക്ഷത്തോളം രൂപ വരുന്നതാണ്. ഒരു ഇപ്പൊ നമ്മളെ പത്രപ്രവർത്തകനുമായിട്ടുള്ള നമ്മളെ യൂസഫ് എത്ര പറഞ്ഞു? 1 സെന്റ് ഭൂമി. അപ്പൊ അത്രയും ഞങ്ങൾ ആരും ചോദിച്ചിട്ടല്ല, ചോദിക്കാതെ തന്നെ വേണം. അപ്പോ അത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്നുള്ള ഞങ്ങളെ കാഴ്ചപ്പാടിൽ അങ്ങനത്തെ ചെയ്യാൻ പറ്റിയ പലവരുമുണ്ട്. കാരണം ഇവിടെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ മുന്നിട്ടിറങ്ങിയാൽ നല്ല വഴിക്ക് ചെലവഴിക്കണം എന്ന് മനസ്സുള്ള കുറേ പേരുണ്ട്. പക്ഷെ അത് നടത്തുന്ന ആൾക്കാരും നടത്തുന്ന സംഘടനയോ വ്യക്തിയോ അതിന് നേതൃത്വം കൊടുക്കുന്നവരെ കൂടി കണക്കിലെടുത്താൽ അവർക്ക് ചെയ്യും. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, വ്യാപാരി സംഘടനയെ സംബന്ധിച്ചിടത്തോളം, വ്യാപാരി നയിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ വരെ വേറെ സമൂഹത്തിന്റെ മുമ്പിൽ അര വാക്ക് പറയാനുള്ള അവസരം ഞങ്ങളെ സംഘടന ഉണ്ടാക്കിയിട്ടില്ല. അതന്നെയാണ് ഞങ്ങളുടെ മൂലധനം. അതാണ് ഞങ്ങളുടെ മൂലം. ഞങ്ങൾക്ക് നടത്തുന്നത്. പക്ഷെ നടത്തണമെങ്കിൽ നിങ്ങളെ പോലുള്ള പത്രക്കാരും ദൃശ്യമാധ്യമങ്ങളും മനസ്സറിഞ്ഞത് നിങ്ങളെയും കൂടെ ആവശ്യമാണ് പെരിന്തൽമണ്ണയിൽ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ 100% വിജയിക്കും. അത് മാത്രമല്ല, ഈ ചെറിയ കുട്ടികൾ, സംസാരിക്കാൻ കഴിയാത്തവരും നടക്കാൻ കഴിയാത്ത അങ്ങനത്തെ വികലാംഗരായിട്ടുള്ള കുട്ടികളാണ്, അവർക്കൊരു സംവിധാനം ഒരുക്കണം എന്ന് ഞങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങളെ സഹായം ചെയ്യുക.
അതാണ് നമ്മൾ പത്രസമ്മേളനം വിളിക്കാനുള്ള ഒരു കാരണം. നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് ഈ റിപ്പോർട്ട് നൽകുമ്പോൾ മാത്രമാണ് ജനങ്ങളുടെ ഇടയിൽ ശ്രദ്ധ വരിക. ഇത് അറിഞ്ഞാൽ ഞങ്ങളെ അന്വേഷിക്കുമല്ലോ, ആരാണ് ഇതിന്റെ ആൾക്കാർ, എന്നത് ചെയ്യാം. അതാണ് ഞങ്ങൾ ഇന്ന് പത്രസമ്മേളനം വിളിച്ചതിന്റെ ഒരു ഉദ്ദേശം. അപ്പൊ അത് നിങ്ങളും കൂടെ മനസ്സിലാക്കി ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് നിങ്ങൾ ഒരിക്കലും നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു കാര്യം അത്യാവശ്യമാണ്. അതിനെ ഓരോരുത്തരാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു തരണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ നമ്മൾ പരസ്യമായിട്ട് പറയുന്നത് ശരിയല്ല. അപ്പൊ അത് എന്നാലും ഇത് തികയില്ല. ഓരോ മാസവും നമ്മൾ ഈ 30-ാം തീയതി ശമ്പളം കൊടുത്താൽ 1-ാം തീയതി മുതൽ അടുത്ത മാസത്തേക്ക് എന്ത് ചെയ്യുന്നുള്ള ചിന്ത. അത് ചെറിയ സംഖ്യയല്ല. 5 മെഷീനാണെങ്കിൽ 3-4 അടിയിൽ വരുന്ന അനുഭവസ്ഥന്മാര് പറഞ്ഞത്. അത് 10 ആക്കുമ്പോ അത്ര അധികം വരില്ല. 1-2 ലക്ഷം രൂപയെ കൂടുള്ളൂ. ഇപ്പൊ 3-4 ഉള്ളിൽ 5-6. പക്ഷെ ഡബിൾ ചെയ്യാം സംവിധാനം ഇല്ലാണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ചെയ്യാം. നിങ്ങളെല്ലാവരുടെയും സഹായം ഉണ്ടാവുമെങ്കിൽ തീർച്ചയായിട്ടും നടക്കുമെന്നുള്ളതാണ് ഉള്ളത്. അച്ഛൻ ഭയങ്കര ആലോചനയിലാണല്ലോ. നിന്റെ അമ്മയെ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം ആദ്യമായിട്ട് വാങ്ങിക്കൊടുത്ത സമ്മാനമാണിത്. കാലത്ര കഴിഞ്ഞാലും ആ ഓർമ്മകളുടെ തിളക്കത്തിന് ഒരു മാറ്റവും വരില്ല. ഇതെങ്ങനെയുണ്ട് അച്ഛാ? നീ ഇത് എവിടുന്നാ വാങ്ങിച്ചത് മോനെ? അച്ഛൻ അമ്മയ്ക്ക് ആദ്യമായി സമ്മാനം വാങ്ങി അവിടെ നിന്ന്. രഞ്ജിഷ് ഹി സഹി സെലിബ്രേഷൻ ഓഫ് 39 ഗോൾഡൻ ഇയേഴ്സ്. ആഭരണങ്ങൾ ആഘോഷമാകട്ടെ. MA സൺസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെർപ്പളശ്ശേരി.